ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും വീണ്ടും നമ്മളെന്തായാലും റോബ്ലോക്സ് ആയിട്ടൊരു പുതിയൊരു കിടിലം വീട്ടിട്ടാണ് നമ്മളെന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മൾ റോബ്ലോക്സിലാണ് കളിക്കാൻ പോണത്. എസ്കേപ്പ് ഈവിൾ ഗ്രാൻഡ് പാ എന്നുള്ള ഈ ഒരു ഗെയിമുകളൊക്കെയാണ് നമ്മൾ ഇന്നെന്തായാലും കളിക്കാനായിട്ട് പോകണം. ഇതൊരു അടിപൊളി ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഗെയിമുകളൊക്കെയാണ്. ഓക്കെ, നമുക്ക് മാക്സിമം കളിച്ചൊക്കെ ജയിക്കാൻ പറ്റുമെന്ന് അറിയണം. ഓക്കെ, നമ്മളാണെങ്കിൽ ഇതിന് മുമ്പേ നമ്മളെന്തായാലും നമ്മുടെ റോബ്ലോക്സ് കാണാൻ കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം കളക്കാണ് നമ്മുടെ റോബ്ലോക്സ് കാണാൻ കളിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ഈ ഒരു ഗെയിമാണ് നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ പോകണമെന്ന് വെച്ചാൽ കേട്ടോ. സ്ക്വിഡ് ഗെയിം ഞാൻ വേറെയും കുറേ പ്ലേ സ്റ്റോറിൽ കണക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ക്വിഡ് ഗെയിം അതുകൊണ്ട് തന്നെ ആ ഒരു ഇതാണ് പ്ലേ സ്റ്റോറിലുള്ള എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഏതാണ് റോബ്ലോക്സിലുള്ള സ്ക്വിഡ് ഗെയിമാണ് കളിക്കത്തുള്ളൂ കേട്ടോ. റോബ്ലോക്സിലുള്ള സ്ക്വിഡ് ഗെയിം ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ക്വിഡ് ഗെയിമാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിമുകളൊക്കെ കളിക്കാം. ഓക്കെ, ഇവിടെ അപ്പോൾ നമ്മളെന്തായാലും ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ കേട്ടോ. നൈസാണ്. ഓക്കെ, ഇവിടെ എന്നാലും പിന്നെ എന്തൊക്കെയോ എഴുതിയിട്ടെന്നാലും ഉണ്ട് കേട്ടോ. സെർവർ ടോപ്പ് ടൈം ഈസി, സെർവർ ടോപ്പ് ടൈംസ് ഹാർഡ്, അങ്ങനെ എന്തൊക്കെയോ ഇവിടെ കൊടുത്തിട്ടെന്തായാലും ഉണ്ട് കേട്ടോ. ജയിച്ചവരോ വല്ല ലിസ്റ്റ് വല്ല ആയി കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി ഗെയിം സ്റ്റാർട്ട് ചെയ്തേക്കണം. എൻ്റെ മോനെ കേസ് അവിടെ ഗ്രാൻഡ് പേ ലീ കിടക്കണതൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേ കണക്കിടപ്പോഴുണ്ട്. ഇത് ആരാണ്? ഇത് ഞാൻ തന്നെയല്ലേ? ഓക്കെ, കണ്ട എൻ്റെ ടീഷർട്ട് കണക്കാണ് ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ കേട്ടാ. ഇത് ഞാൻ തന്നെയാണ് കേസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രാൻഡ് പേക്ക് കണക്ക് നമ്മളെ ഒട്ടും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കേട്ടാ. പക്ഷെ എൻ്റെ മോനെ ഇവിടെ നമ്മുടെ ഗ്രാൻഡ് പേ അല്ലേ ഗ്രാൻഡ് പേ. ഓക്കെ, ഗ്രാൻഡ് പേയുടെ ഒരു ഫാമിലി പിക്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാൻഡ് പാ, ഗ്രാനി, അതേപോലെ നമ്മുടെ അച്ഛൻ ഇതിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ അച്ഛൻ ഇതിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെ അനിയന് വല്ല ആയിരിക്കും കേട്ടോ. ഇവിടെ നമ്മുടെ ഗ്രാൻഡ് പേയുടെ വെപ്പ് പല്ലിരിപ്പുണ്ട് കേട്ടോ. വെപ്പ് പല്ലിലും 4 പല്ലില്ലെന്ന് തോന്നുന്നു കേട്ടോ. അറിയാൻ പാടില്ല. ഓക്കെ, ഇവിടെ പിന്നെ നമ്മുടെ ഗ്രാൻഡ് പേ കിടപ്പുണ്ട്. ഇയാൾക്ക് എന്തൊരു കുട കയറല്ലേ. എണീക്കടോ, പൊട്ടാ എണീക്കടാ. കുറെ നേരമായിട്ട് താങ്കളന്ന് ഉറങ്ങണല്ലോ. ഇതെന്താ ഇയാൾ ഒരു കണ്ണ് ബുൾസേ പോലെ ഇരിക്കണ, 2 പല്ല്, ഒരു വലിയ ഉണ്ടക്കണ്ണ് കേസ്. ഓക്കെ, ഒരു കണ്ണ് ചെറുതായിട്ടിരിക്കണം, ഒരു കണ്ണ് വലുതായിട്ടിരിക്കണം. പക്ഷെ എൻ്റെ മോനെ നമ്മൾ ഗ്രാൻഡ് പേയുടെ വയറിൻ്റെ അകത്ത് മൊത്തത്തിൽ കയറിപ്പോയി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമ്മൾ നമ്മുടെ ക്യാരക്ടറെ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്തെടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ക്യാരക്ടറെ കാണാൻ സൂപ്പറായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഐറ്റംസാണ് നമ്മളിതിൽ ഉപയോഗിച്ചേക്കണം ചില കേട്ടോ. നമ്മളിതൊരു ജാക്കറ്റ് എടുത്തിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ അകത്തൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പുതിയ ഷൂ മേടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു നൈസ് പാൻറ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു കോയിൻസോളം കിട്ടും കേട്ടോ. ആ കോയിൻസൊക്കെ കിട്ടിയിട്ട് വേണം നമ്മുടെ ക്യാരക്ടറിന് കുറച്ച് ആക്സസറീസുകളൊക്കെ എക്സ്ട്രാ വാങ്ങിക്കാനായിട്ട്. ഓക്കെ, ഇവിടെ എന്തോ ടി വിയിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തട്ടിയപ്പോൾ കണ്ടത് ഓഫായി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ നമ്മുടെ ഗ്രാൻഡ് പക്കികളൊക്കെ എന്തൊക്കെയോ ഏതാണ് ഹാർഡ് ക്യാൻഡി എന്തൊക്കെയോ ചലഞ്ചോ എന്തൊക്കെയോ സംഭവത്തിൽ എന്തായാലും പുള്ളി ജയിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ വച്ചിരിക്കണമെന്നല്ലോ. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാൻഡ് പേ കണക്ക് എണീറ്റ് കേട്ടാ. ഇവിടെ എന്തായാലും ഗ്രാൻഡ് പേയുടെ തുപ്പലാണെന്ന് തോന്നുന്നു. ഓക്കെ, തുപ്പല അത് വേറെ എന്തോ. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, ഗ്രാൻഡ് പേ കണക്ക് നമ്മുടെ പുറകെ തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത് ചില കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എണീക്കും, അപ്പോൾ തന്നെ ഗ്രാൻഡ് പേ സൗണ്ട് ആയിട്ട് നമ്മളെ പൊക്കാൻ വരും കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും എസ്കേപ്പ് ആവട്ടെ. ഈ ഒരു ഏരിയ കടന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് പേക്ക് വരാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എൻ്റെ മോൻ ഇയാൾ കണ്ട ബുൾസേ കണ്ണുപോലാണ് ഇരിക്കണമെന്ന് ചില കേട്ടാ. പക്ഷെ എൻ്റെ മോൻ ഇതെന്തോണ്, ഞാൻ ഒരു പ്രേതമാണ്. ഓക്കെ, ഇയാളെ വലിയൊരു ഫോട്ടോകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമ്മളെന്തായാലും മേളിലെത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ പതിപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ചലഞ്ചസ് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. ആദ്യം എനിക്ക് റോബ്ലോക്സ് ഒട്ടും കളിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് ഇഷ്ടം പോലെ നല്ല രീതിക്ക് എന്തായാലും കളിക്കാൻ അറിയാൻ കേസ്. ഞാനൊരു പ്രോ പ്ലെയർ ആയേക്കാണ് കേട്ടോ റോബ്ലോക്സിലാണ്. ഓക്കെ, ആദ്യം ഈ ഗെയിം ഫസ്റ്റ് ടൈം കളിച്ചോണ്ടാന്ന് എനിക്കറിയണം. ഓക്കെ, ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് പക്ഷെ കളിക്കാൻ അറിയാമെന്ന് പറഞ്ഞോളൂ. അപ്പം തന്നെ ഞാൻ എന്താണ്ട് ഇവിടെ ഇടിച്ച് വീണിട്ടെന്നാലും ഉണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. ഓക്കെ, ചെറിയ സ്റ്റക്ക് ഉണ്ട് കേട്ടോ ഗെയിമിനൊക്കെ. അതെന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു റോബ്ലോക്സിലെ ഒരു റോബ്ലോക്സുകളൊക്കെ ഫ്രീ കണക്കാണ് കേട്ടോ. പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യം തന്നെ എന്തായാലും ഇല്ല കേട്ടോ. എല്ലാം ഫ്രീ ആണ് കേട്ടോ. നമ്മുടെ ഇതിലുള്ള ഈ ക്യാരക്ടറിനെ മോഡിഫിക്കേഷൻ ചെയ്യണം, അതിനെന്തോ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും പറ്റുക. ഓക്കെ, അതിൻ്റെ എന്തോ സംഭവമാണ്. ഇവിടെ എന്തോ ബ്രോക്കോളോ പോലെ എന്തോ സാധനം വെച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ ചെയ്തല്ലോ. ഓക്കെ, നമ്മൾ ഇതുവരെയായിട്ട് ചത്തിട്ടില്ല. ഇതൊക്കെ ചത്ത് നമ്മൾ നേരത്തെ നമ്മൾ അറിയാതെ നമ്മളെന്തായാലും എപ്പോഴും ഒരിക്കൽ അടിച്ച് നമ്മൾ വീണില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ചത്തിട്ടുണ്ട് കേട്ടോ. പോടാ നമ്മളുടെ വേറെ കുറേ ആൾക്കാരെ ഇറക്കി ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ പറ്റുക കേട്ടോ. ഒരു കിടില കൂളിംഗ് ഗ്ലാസ് പോലെ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഫ്രീ ആയിട്ടൊരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, പക്ഷെ അത് കാണാൻ ഒരു ഭംഗിയില്ല. ഓക്കെ, ഞാൻ നമ്മുടെ ക്യാരക്ടറിനെ വെച്ച് നോക്കി, കാണാൻ ഒരു ഭംഗിയില്ല. ഓക്കെ, നോർമലായിട്ടുള്ള വല്ല ഡ്രസ്സാവല്ല ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ ഒരു ഇവൻ്റെ ഈ ഒരു ജാക്കറ്റിനോട് അത് ചേരണില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത് ഇട്ടില്ല. ഓക്കെ, ഈ ഒരു ഡ്രസ്സിനും മതി കേട്ടോ.
ഈ ഒരു ജാക്കറ്റും കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോൻ ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച വഴിയാണ് കേട്ടോ. നമ്മൾ മറ്റേ ഓവർടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മോൻ ഇതെന്താണ് ഈ പൈപ്പ് അങ്ങോട്ടേക്ക് കിടക്കുന്ന ഇളവാണ്. നമുക്കൊന്നുകൂടെ ഈ പൈപ്പ് തിരിച്ചു വന്നിട്ട് നമുക്ക് പോകട്ടെ, അല്ലെങ്കിൽ പണിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, പോടാ 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 പോടാ. അയ്യോ, ഓ മൈ ഗോഡ്, ഇപ്പൊ നമ്മള് വീണേനൊക്കെ. എൻ്റെ മോനെ ഒന്നും പറയണ്ട കേസ്. ഓക്കെ, നമ്മളിപ്പൊ തന്നെ വീഴുമായിരുന്നു. ഓക്കെ, ഇതെന്താണ് സംഭവം? എൻ്റെ മോനെ ഇതിങ്ങനെ ചാടണം കേട്ടാ. എൻ്റെ മോനെ, ഓ നോ, അയ്യോ 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 വീണടാ, അയ്യോ വീണടാ. എൻ്റെ മോനെ ഇത് ഇച്ചിരി റിസ്ക് കൊടുത്ത പരിപാടിയാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോൻ ഇത് ഇച്ചിരി പണിയാണ് കേട്ടോ. ത്രെഡ്മിൽ പോലാണ് ഈ ഒരു സാധനം ഇരിക്കണേ വെച്ചാൽ. ഓക്കെ, അറ്റത്ത് ഒറ്റ ചാട്ട. ഓ മാൻ, നമ്മൾ നാണ്ട വീണ്ടും താഴെ പോയി കേസ്. ഓക്കെ, എൻ്റെ പൊന്ന് ഗൈസ് ഒന്നും പറയണ്ടേ. എങ്ങനെയൊക്കെയോ ഈ തക്കാളിയൊക്കെ പോലെ നമ്മൾ ഒരു സ്പീഡിൽ ഓടി ഓടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഇവിടെ എത്താൻ തന്നെ എന്ത് പാടാണെന്ന് അറിയാൻ പോകും. എത്തിയില്ല, അപ്പം തന്നെ നമ്മൾ മറ്റേ സാധനം തട്ടി വീണു കേട്ടാ. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടാ. മറ്റത് എന്ത് തേങ്ങയാണെന്ന് ഗൈസ്. ഓക്കെ, ഭയങ്കര അവന്മാർ ഗ്യാപ്പ് ഇട്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റൂല ഗൈസ്. ഓക്കെ, ആ ഒരു പ്രശ്നം കൂടി എന്തായാലും ഉണ്ട് കേട്ടാ. അത് ഇച്ചിരി സീനാണ് കേസ്. ഓക്കെ, എന്തായാലും ഇവിടെ എന്തോ ചെറിയ വിളക്ക് പോലെയൊക്കെ എന്തൊക്കെയോ വച്ചിട്ടുണ്ട് കൂടാ. പക്ഷെ എൻ്റെ ദൈവമേ, ആ താഴെ അപ്പാപ്പൻ കിടക്കായിരുന്നു കേസ്. ഓക്കെ, ദൈവമേ, അപ്പാപ്പ നമ്മളൊന്നും ചെയ്തില്ല കേട്ടാ. അപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കണ്ണു തുറന്ന് നോക്ക്. കളക്കളവാ മര്യാദയ്ക്ക് കിടക്കട കേട്ടാ. ഇതെന്തോന്നടെ പിങ്ക് തൈലോ, പച്ച തൈലം, പിങ്ക് തൈലം, എന്തൊക്കെയാണോ ഈ റോബ്ലോക്സിൽ നടക്കണമെന്ന് വെച്ചാൽ കേട്ടാ. ഇവിടെ നിന്ന് എടുത്തു. എൻ്റെ മോൻ അതെന്താ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒറ്റ ചാൻസ് തന്നെ നമ്മളല്ലാതെ ചാടിപ്പോവാൻ പറ്റും. ഇതെന്താണ് തേങ്ങാക്കൊല. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് എടുത്ത് ചാടിക്കാം. ഓക്കെ, നൈസ്. ഓക്കെ, ഓടാ, എന്ത് തേങ്ങയുടെ അതെന്താ ഇത്രയും വരെ എന്തിന് ഇങ്ങനെയൊക്കെ വെച്ചേക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു ഇതെത്താറായിട്ടുണ്ട്. ഓക്കെ, യെസ്. എൻ്റെ ആകുമ്പോ ഇച്ചിരി സീനാണ് ഗൈസ്. ഓക്കെ, എത്താൻ കുറച്ച് പാടായിരുന്നു. ഓക്കെ, ഇതെന്തോന്നുണ്ട് ഡ്രസ്സും സോക്സൊക്കെ കിടക്കണ. ഓ, എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പാപ്പൻ്റെ ഡ്രസ്സും സോക്സൊക്കെ ആയിരിക്കും കേട്ടാ. അയാളെ സോക്സും അയാളെ ബനിയനും എല്ലാം ഇവിടെ ഊരിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ തട്ടിയാൽ മിക്കവാറും നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് ഈ അതിൽ തട്ടാതെ സുഖമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മറ്റത് എന്താണ് ഗൈസ്. ഓക്കെ, ആ വിളക്ക് ആദ്യത്തെ പ്രാവശ്യം ചുമ്മാ വീഡിയോ ഒന്നും എടുക്കാതെ കളിച്ചു നോക്കിയ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയ കേട്ടോ. പക്ഷെ അപ്രാവശ്യം എന്താണെന്ന് ഓക്കെ, അത് ഞാൻ കടന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് നമുക്ക് നേരെ എന്തായാലും ഡയറക്റ്റ് എന്തായാലും വിടാം കേസ്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ നേരെ അങ്ങ് നടന്ന് എന്തായാലും പോട്ടാ. പോടാ പോടാ പോടാ. ഓക്കെ, അല്പം റിസ്ക് പിടിച്ച പരിപാടികളാണ് ഈ അപ്പൂപ്പൻ ചെയ്തു വെച്ചേക്കണെന്നാലും. ഓക്കെ, കള്ളക്കിളവാനായിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലെന്തോ ബോസ് ഫൈറ്റ് എന്തോ ഉണ്ട് കേസ്. ഓക്കെ, ആ ബോസ് ഫൈറ്റിൽ കള്ളക്കിളവാനായിട്ട് ഞാൻ കൊടുത്തോളാം കേസ്. ഓക്കെ, എന്ത് ബോസ് ഫൈറ്റ് ആയാലും ശരി, ഞാൻ എന്ത് രീതിയിലെങ്കിലും നേരിടാം കേസ്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിന്ന് നേരെ പോവാം. നടക്കാതെ പെട്ടെന്ന്. ഓക്കെ, ഇവിടെ നിന്ന് ഓടിക്കാൻ ഈ ചെറിയ പേടിയുണ്ട്. മിക്കവാറും പിങ്ക് തൈലത്തിൽ വീഴാൻ ചാൻസ് ഉണ്ടൊക്കെ. ഞാൻ മനഃപൂർവ്വം വീഴണ്ടാണ് ഇപ്പോൾ വീഴുമായിരുന്നു. ഇതൊക്കെ എനിക്ക് വയ്യ കേസ് ഒന്നേന്ന് കളിക്കാനായിട്ട്. ഓക്കെ ഓക്കെ, ചെക്ക് പോയിന്റ് ഉണ്ട് ഓരോ പ്രാവശ്യമൊക്കെ, പക്ഷെ വേണ്ട ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്താണ് സംഭവം? ഓ, ഇവിടെ മറ്റെന്തോ പ്ലേറ്റ് പോലെ എന്തോ സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ ലിവറിനെ പിടിച്ച് താഴ്ത്താം കേസ്. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് വരട്ടെ, എന്നിട്ട് അങ്ങ് പോകാം. ഓക്കെ, ഒരു ധൃതി വേണ്ട, പതുക്കെ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ആക്കിയാൽ മതി കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പോലെ താഴെ വയലറ്റ് തൈലമുണ്ട്. ഓക്കെ, എന്തൊക്കെയാണല്ലേ ഈ അപ്പൂപ്പൻ കാണിച്ചു വെച്ചേക്കണം കേസ്. ഓക്കെ, പല സ്ഥലത്ത് പല പല തൈലങ്ങളാക്കി വെച്ചേക്കണം. ഒരു സ്ഥലത്ത് പച്ച തൈലം, ഒരു സ്ഥലത്ത് ഉണ്ടാകും പിങ്ക് തൈലം, ഒരു സ്ഥലത്ത് പർപ്പിൾ തൈലം. ഓക്കെ, ഇവിടെ നമുക്ക് സിപ്പ് ലൈൻ വഴി പോകണം കേസ്. ഓക്കെ, യെസ്, നമ്മളങ്ങനെ സിപ്പ് ലൈൻ വഴി വന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ബെസ്റ്റ്. എൻ്റെ ഒരു ആക്രാന്ത കാരണമാണ് ഓരോന്ന് പോയതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ ആ സിപ്പ് ലൈൻ വഴി ഇവിടെ നിന്ന് നേരെ വരാൻ നോക്കിയതാണ് കേസ്. ഓക്കെ, പക്ഷേ അത് നടന്നില്ല കേട്ടോ. ഇപ്രാവശ്യം ഞാൻ തട്ടൂല ഇത്. ഓക്കെ, ഈ ഞാനാണ് പറഞ്ഞത്. ഓക്കെ, കണ്ട പ്രോ പ്ലെയറാണ് നമ്മൾ, പ്രോ പ്ലെയർ. ഓക്കെ, ഇവിടെ എന്താണ്? ഓക്കെ, ഇവിടെ എന്തോ ബിൽഡ് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ. ഇവിടെ കുറേ വുഡ് കണക്ക് വെച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇവിടെ റീസെറ്റ് ബട്ടൺ എന്തായാലും ഉണ്ട് കേട്ടോ. അത് വേണ്ട. ഓക്കെ, ഈ പ്രോപ്സിൽ ഇതെന്താണടാ? അയ്യോ ഇടാ, ഞാൻ അറിയാതെ എൻ്റെ മണ്ടക്കെടുത്ത് ചാടിയടാ. നമുക്കപ്പോൾ എന്തായാലും അതൊന്ന് ജസ്റ്റ് എന്തായാലും ഒന്ന് ബിൽഡ് ചെയ്യാം കേസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും അടുത്ത പ്ലാങ്കുകളൊക്കെ എടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ.
നമുക്കപ്പോൾ ഈ ഒരു പ്ലാങ്കും കൊണ്ടെന്നാലും അങ്ങോട്ട് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ ഞാൻ എന്തായാലും രണ്ടിടത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങ് അറ്റത്ത് ഒരിടത്ത് കൂടെ വെക്കാനായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അതും കൂടെ വെച്ചാലേ കാര്യം നടക്കുക ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സാധനം എടുത്തിടാം. എൻ്റെ മോനെ വിഴല്ലേ പർപ്പിൾ തൈലത്തിൽ വിഴല്ലേ. ഓക്കെ, ഇവിടെ എന്തോ ചാടി പോലെന്തോ ഒരു സംഭവമാണ് കേട്ടോ. നമുക്കപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളാണ് ഇതൊക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ ഭയങ്കര നമുക്ക് സിമ്പിളാണ് ഇതൊക്കെ. ഇങ്ങനെ അങ്ങ് ചാടി അങ്ങ് പോയാൽ മതി ഗൈസ്. ഓക്കെ, വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്തായാലും സ്പീഡ് ചാടി വേണം പോകാം, പക്ഷേ വേണ്ട ഗൈസ്. നമുക്ക് ഇങ്ങനെയൊക്കെ പതുക്കെ പോയാൽ മതി ഗൈസ്. ഓക്കെ, ഒരു ധൃതിയില്ല ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഓക്കെ, അധികം സ്പീഡിൽ പോകണ്ട ഗൈസ്. ഓക്കെ, പോയാൽ അത് നമുക്ക് തന്നെ ഏക്കും ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോൻ ഇവിടെ എന്തോ നമ്മുടെ പർപ്പിൾ തൈലത്തിൻ്റെ എന്തോ പരിപാടി നടപ്പുണ്ട് കേട്ടോ. അപ്പന് കുറേ പരിപാടികൾ എന്തായാലും ഉണ്ട് കേട്ടോ. കിളവേ. ഓക്കെ, ഇവിടെ നിന്ന് എടുത്ത് ഒരൊറ്റ ചാട്ടം വയ്ക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഒരൊറ്റ ചാട്ടം വയ്ക്കാം. എൻ്റെ മോൻ ഇതെന്താണ് നമ്മുടെ ക്യാരക്ടർ തലപത്തനം പറഞ്ഞതാണ്ട് ഇവിടെ ഒന്ന് വീണിട്ടുണ്ട്. എണീക്കടാ. ഓക്കെ, എണീറ്റിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ചെറിയ കുറച്ച് സീനായിട്ടുള്ള കുറച്ച് പരിപാടികൾ എന്തായാലും ഉണ്ട് കേട്ടോ. അതെന്തെന്ന് പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് കണ്ടത് ഗ്രാൻഡ് മാസ് ഫ്രഷ് ബേക്ക്ഡ് കുക്കീസ് എന്ന സംഭവമാണ്. ഓക്കെ, കേക്ക് സൂപ്പർ കുക്കീസ് എന്ന് ഇവിടെ ഒരു ബട്ടൺ കാണിക്കും. ഓക്കെ, നമ്മൾ എന്നിട്ട് അത് പിതുക്കിയിട്ട് നമ്മുടെ ക്യാരക്ടറിനെ ഇങ്ങനെ പിതുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ കണക്കാർ കുക്കിംഗ് കണക്ക് കഴിക്കും. ഓക്കെ, പക്ഷേ ഈ കുക്കിക്ക് ഒരു പ്രത്യേകം ഉണ്ട്. ഓക്കെ, ഈ ഒരു കുക്കിക്ക് കണക്ക് നല്ല സൂപ്പർ പവേഴ്സ് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാരക്ടറാണെങ്കിൽ കണ്ട വലിപ്പം കൂടിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ക്യാരക്ടറാണെങ്കിൽ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടും കൂടെ നമുക്ക് എന്തായാലും പറ്റുന്ന എന്തായാലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ എന്തായാലും പോകാനായിട്ട് എന്തായാലും പറ്റുന്ന എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ കറക്റ്റായിട്ട് തന്നെ എന്തായാലും പോകണം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങ് ഫുള്ളങ്ങ് പറത്തി വിടാം. പക്ഷെ എൻ്റെ മോൻ ഇപ്പം നമ്മൾ അപ്പുറത്തെ പറമ്പിൽ പോയാനേ ഇതൊക്കെ കുറച്ചുകൂടെ അങ്ങ് സ്പീഡിൽ പോകാം ഗൈസ്. ഓക്കെ, അതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ ചെസ്റ്റ് ഇപ്പോൾ വീണേനൊക്കെ. പക്ഷെ എൻ്റെ ദൈവമേ എങ്ങനെയൊക്കെ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇച്ചിരി പാടോട്ടെ. ഓക്കെ, നിങ്ങളത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുക, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ ഇവിടെ എന്തോ വെറൈറ്റി സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ പൊളിഞ്ഞ പാലങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ ബോബി ബേബിയിലെ അതിലുള്ള സംഭവമാണ്. ഓക്കെ, അയ്യോടാ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചാടിക്കയറായിരുന്നു ഇതൊക്കെ, പക്ഷെ പറ്റിയില്ല ഇതൊക്കെ. ഇതിൻ്റെ കണ്ട ഗ്യാപ്പ് കണ്ട കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചാടി ഇറങ്ങായിരുന്നു മച്ചാമാരേ. ഓക്കെ, ഇവിടെ നിന്ന് ചാടി അപ്പുറത്ത് എത്തുമോ? ഓക്കെ, നോക്കി നോക്കാം കൈസ്. ഓക്കെ, അയ്യോടാ ചുമ്മാ ഞാൻ ഡെഡ് ആവണം ഇതൊക്കെ. ഇപ്രാവശ്യം നിങ്ങൾ നോക്കിയോ, ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കയറും കൈസ്. ഓക്കെ, നമ്മളൊരു പ്രോ പ്ലെയർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ആ പൊളിയാണ് ടൈം കൊണ്ട് നമ്മൾ ചാടണോടാ. ചേടാ എന്താണല്ലേ ഇത്. ഓക്കെ, ഓരോ കാര്യങ്ങളും ഓരോന്ന് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇതൊക്കെ. ഇത് ഇച്ചിരി ടഫാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സാധനം ഭയങ്കര ചെറുതാണ്. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നല ഇവിടെ എത്തുമെന്നൊക്കെ. പക്ഷെ എൻ്റെ മോനെ ഇത് പണിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ നല്ല സ്പീഡിൽ തന്നെ ഓടണം കേട്ടോ. എന്നിട്ട് ആ പൊളിയണ സമയത്തില്ല അത് നമ്മൾ അപ്പം എടുത്ത് ചാടാൻ പറ്റുന്നില്ല. അത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ നമ്മുടെ ക്യാരക്ടറിനൊക്കെ? എനിക്കറിയാൻ പറ്റുന്നത് ഇതൊക്കെ. നമ്മൾ കാല് വെച്ചാൽ തന്നെ സാധനം പൊളിഞ്ഞെന്തായാലും പോകും ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും എടാ ചാടാൻ പറ്റിയില്ലടാ. അപ്പോഴത്തേക്ക് നമ്മുടെ കൺട്രോൾ എത്തി നമ്മൾ വീണടാ. അശ്ശേ, എന്ത് പരിപാടിയാണല്ലേ ഗൈസ്. നിങ്ങൾ ഇപ്രാവശ്യം നോക്കിക്കോ, നമ്മൾ എന്തായാലും ചാടും ഗൈസ്. ഓക്കെ, യെസ് നമ്മളെത്തി. എത്തിയടാ. യെസ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇപ്രാവശ്യം എത്തുമെന്ന്. ഓക്കെ, നമ്മളെത്തി. അതൊക്കെ പിന്നെ എത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ ആളെ ഇനിയാണ് ഗൈസ് മറ്റേ ഏറ്റവും പാടായ നീക്കം വരാൻ പോണെന്ന് വെച്ചാൽ ഗൈസ്. ഓക്കെ, നമ്മുടെ മറ്റേ ഗ്രാൻഡ് പേ ഇല്ല. ഓക്കെ, ഗ്രാൻഡ് പേ ആയിട്ടുള്ള ഒരു ബോസ് ഫൈറ്റിങ്ങളൊക്കെ എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോൻ ഇച്ചിരി സീനാണ്. സ്റ്റീൽ ദി ഗോൾഡൻ പ്ലോണാ. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ, ഇതൊരു ഗണ്ണാണ് കേട്ടോ എൻ്റെ മോനെ. ഓക്കെ, നമുക്കെന്തായാലും ഗ്രാൻഡ് പേങ്ങളൊക്കെ വെടിവെക്കാം ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ ബെസ്റ്റ് അയാൾ നമ്മളെ തീർത്തു. ഓക്കെ, എടാ കള്ളക്കളവാ, തനിക്ക് ഞാൻ കാണിച്ചു തരാടാ. ഓക്കെ, ഈ ഒരു സാധനം എടുത്തിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തിൻ്റെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ കയറണം കേട്ടോ. ഓക്കെ, ഗ്രാൻഡ് പേയുടെ ലൈഫ് ഇച്ചിരി ഇച്ചിരി ടഫാണ് കേട്ടോ. ഓക്കെ, വിചാരിക്കണത് പോലെ അല്ല ഗൈസ്. ഓക്കെ, കള്ളക്കളവൻ പറഞ്ഞടാ. പൊട്ടിക്കടാ
പൊട്ടിക്കട. ആ നല്ല കാര്യമൊക്കെ നമ്മൾ താണ്ട വീണ് ഗൈസ്. ഓക്കെ, തൊട്ടപ്പുറത്ത് ലാഭമായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ മോൻ ഇയാളെ കാര്യത്തിലൊന്നൊരു തീരുമാനമാക്കിയിട്ടെന്നെ കാര്യം കേട്ടാ. എടാ കിളവാ, തീർന്നടാ തൻ്റെ കളി ഇതോടെ തീർന്നു കേട്ടാ. നമുക്കപ്പോൾ എന്തായാലും ഇല്ലേ. ഓക്കെ, ഈ ഒരു ഗണ്ണ് കണക്ക് അങ്ങ് മോഷ്ടിക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, അയാൾ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, പൊട്ടിക്കടാ എടാ പൊട്ടിക്കടാ. എടാ ഈ പൊട്ടിക്കാൻ സമ്മതിക്കണേ ഇല്ല ഗൈസ്. ഓക്കെ, യെസ് ഫൈനലി ഗൈസ് നമ്മളെന്തായാലും കിളവനെ കൊന്നേക്കാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോൻ എന്ത് പാടായിരുന്നു കേട്ടാ. നമ്മുടെ ക്യാരക്ടറിനെ വേറെ ലെവലാണ് കേട്ടോ. അയാളെ മണ്ണിൻ്റെ അടിയിലിട്ട് താന്നു വിടണം കേട്ടാ. നമുക്കപ്പോൾ ഈ ഗണ്ണ് കൂടെ കിട്ടിയാ യെസ് നമ്മൾ എസ്കേപ്പായി. പോടാ, കിളവൻ താണ്ട അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കണ്ട വഴിയോടെയാണ്. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ കിളവൻ നമ്മൾ പൊക്കോ. അയ്യോടാ, പണി കിട്ടിയടാ. കിളവൻ നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടാ. കിളവ എന്നെ പിടിക്കാൻ നോക്കി. തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കിളവ. അയ്യോ പിടിക്കാൻ വന്നടാ, കിളവൻ പിടിക്കാൻ വന്നടാ. അയ്യോ അയ്യോ, കേറാ എടാ കേറാ, അല്ലെങ്കിൽ നിന്റെ കാര്യം തീർന്നടാ. ഓക്കെ, നമ്മൾ ഏകദേശം ഗെയിം അവസാനിപ്പിക്കാറായിട്ടുണ്ട് കേട്ടോ. യെസ് നമ്മളങ്ങനെ ഫൈനലി ജയിച്ചേക്കാണ്. ഓക്കെ, കിളവ അവിടെ പെട്ടുപോയടാ. ഓഫ്, കിളവൻ്റെ ഇവിടെ ഇത്രയും വലുതായിരുന്നു. ഓക്കെ, ഒന്നുകൂടി കിളവ എന്താ വന്ന ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്താ വായി നോക്കിയാണ് കിളവ. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിക്കാൻ വാടാ. അല്ല പിന്നെ ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞു കേട്ടടാ കിളവ, വൃത്തിയായിട്ടാ കിളവ. ഓക്കെ, നമുക്കപ്പോൾ ഇനി നേരെ എന്തായാലും സ്വിം ചെയ്തോണ്ടെന്നാലും പോവാട്ടാ. പക്ഷെ എൻ്റെ മോനെ അയ്യോടാ, ശ്വാസം കിട്ടണില്ല. അയ്യോ. ഓക്കെ നമുക്കെന്തായാലും നേരെ പൊങ്ങി ഇങ്ങനെ നീന്തിപ്പോ. ഓക്കെ അവിടെ ആരോ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, അത് ആരാണ്? ഓക്കെ, അങ്ങ് പോയാലേ അറിയാൻ പാടല്ലോ ഗൈസ്. ഓക്കെ, ആരാണെന്ന് അറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി കിളവൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എസ്കേപ്പ് ആയേക്കാണ് ഗൈസ്. ഓക്കെ, യെസ്. ഓക്കെ, നമ്മൾ പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളൊരു പ്രോ പ്ലെയർ ആണെന്ന് അറിയാലോ. ഓക്കെ, ആദ്യം വന്ന സമയത്ത് പ്രോ പ്ലെയർ അല്ലായിരുന്നു. ഓക്കെ, ഈ ഗെയിമിലൊക്കെ ബാക്കിയെല്ലാ ഗെയിമിൽ ഞാൻ പ്രോ പ്ലെയർ ആണ്. ഓക്കെ ആ ഒരു ഇതുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് കയറാം. ഇവിടെ ഇത്തിരി കയറാൻ പാടാണ് കേട്ടോ. മോനെ എങ്ങനെയൊക്കെയോ നമ്മൾ കയറി ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാനാണ് ഇച്ചിരി റിസ്ക് എന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അല്പം പാടാണ് ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ ഓക്കെ നമ്മളങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ വെടി തീർന്നു ഗൈസ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഓക്കെ, ഇവിടെ നിന്നപ്പോൾ നേരെ എന്തായാലും സ്പീഡിൽ പോട്ടാ. ഇത് എന്ത് ഏരിയ ആണെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ ഗൈസ്. ഓക്കെ, യെസ് നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ഗെയിം നമ്മളങ്ങനെ ജയിച്ചേക്കണം. എൻ്റെ മോനെ നമുക്ക് എന്തോ ബാഡ്ജ് കിട്ടി. ബാഡ്ജ് അവാർഡ് ബൈ GGYT GX004. ഓക്കെ, നമുക്കൊരു ബാഡ്ജുകളൊക്കെ കിട്ടി കേട്ടാ. നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയടാ മോനെ. പക്ഷെ എൻ്റെ ഫോട്ടോ ഇതിൽ കാണിക്കണല്ലോ. അതെന്താ സെർവർ ടോപ്പ് ടൈംസ് ഈസി. ഓക്കെ, ഇതിൽ എന്നെ കാണിക്കണ എൻ്റെ മോനെ നമ്മളങ്ങനെ ഫൈനലി ചെയ്തേക്കാണ്. ഓക്കെ, ട്രൈ അവർ അതർ ഗെയിം എപ്പിക് സ്കൂൾ എസ്കേപ്പ്. ഓക്കെ, അത് പിന്നെ ചെയ്യാൻ കേസ്. ഓക്കെ, എൻ്റെ മോനെ നമ്മുടെ വലിയ പ്രതിഭയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, എൻ്റെ മോനെ വേറെ ലെവൽ കണക്കാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോൻ എങ്ങനെയുണ്ട് കണ്ടോ, നമ്മുടെ ക്യാരക്ടറാണ് കണ്ടോ. ഇവിടെ കണ്ടോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രോളം എൻ്റെ എത്തിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വീണ്ടും പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ് കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം തന്നെ എന്തായാലും ചെയ്യുന്നതിലൊക്കെ കേട്ടോ. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.